الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين وبعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ് ദീർഘം നൽകേണ്ടതായ പ്രത്യേക സ്ഥാനങ്ങളിലെല്ലാം ദീർഘം നൽകിക്കൊണ്ട് പാരായണം ചെയ്യുക എന്നത്. ദീർഘത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ചിലതൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൽ നാം അവസാനമായി പറഞ്ഞു വെച്ചതാണ് പരിശുദ്ധ ഖുർആനിലെ ദീർഘങ്ങളുടെ ഇനങ്ങൾ. അടിസ്ഥാനമായി രണ്ട് ഇനങ്ങളാണ്, അസ്ലി, ഫറഈ. അസ്ലിയാണ് തബീഈ, സാമാന്യ ദീർഘം എന്ന് മലയാളത്തിൽ അതിന് അർത്ഥം കൽപ്പിക്കാം. ഫറഈ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ശാഖകളായി ഉണ്ടാകുന്ന മറ്റു ദീർഘങ്ങളാണ്. അത് ഹംസ കാരണമായുള്ളവയുണ്ട്, സുക്കൂൻ കാരണമായുള്ളവയുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പ്രധാനമായി അറിയേണ്ട ചില വളരെ പ്രാഥമികമായ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ. ഒന്നാമതായി, ദീർഘങ്ങളുടെ സമയപരിധി, അതിൻ്റെ കാലം, അതിൻ്റെ സമയം, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഹറക എന്ന് പറഞ്ഞാൽ എന്താണ്. ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ ഫത്രത്തു الزمنية اللازمة للنطق بحرف متحرك مفتوح أو مضموم أو مكسور. ഫത്ഹ നൽകപ്പെട്ടതോ ദ്വമ്മ നൽകപ്പെട്ടതോ കസ്റ നൽകപ്പെട്ടതോ ആയതായ ഒരക്ഷരത്തെ ഉച്ചരിക്കുവാൻ അനിവാര്യമായി എടുക്കുന്നതായ അടിസ്ഥാനമായ ആ കാലയളവ്, ആ സമയം, അതാണ് ഹറക്കത്ത്. ഉദാഹരണമായി, ഖാഫിന് ഫത്ഹ കൊടുത്താൽ ഖ എന്ന് പറഞ്ഞാൽ അവിടെ ഹറക്കത്തായി. ഹറക്കത്ത് ചലനം എന്നാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം വരുന്നത്. ഖ, ഇവിടെ ശബ്ദത്തിന് ഒരു ചലനം ഉണ്ടായതുകൊണ്ടാണ് ഹറക്കത്ത് എന്ന് പേര് കൊടുത്തത്. ഖ. ഇത് ഖ എന്നോ ഖ എന്ന് പെട്ടെന്ന് ഒരു സുക്കൂന് പോലെയോ മതിയാവുകയില്ല. ഖ. അതുപോലെ ഖു, ഖി, ഇതാണ് ഹറക്കത്ത്. ഇവിടെ ദീർഘങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പാരായണ ശാസ്ത്ര പണ്ഡിതന്മാർക്ക് ദീർഘങ്ങളുടെ പരിധി നിർണയിച്ചതിൽ 5 മാനദണ്ഡങ്ങളാണുള്ളത്. ഒന്ന് അൽ ഖസ്ർ, നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഒന്നാമത്തേത് അൽ ഖസ്ർ, ഹുവൽ മദ്ദു ബിമിഖ്ദാരി ഹറകതൈനി കത്തബീഈ. ഖസ്ർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താ? ചുരുക്കാനാണ്. തൂലിൻ്റെ നേർ വിപരീതം. തവീൽ എന്ന് പറഞ്ഞാൽ ദീർഘമുള്ളത്, നീണ്ടത്. ഖസീർ അതിൻ്റെ നേർ വിപരീതമാണ്, കുറിയത് അല്ലെങ്കിൽ നീളമില്ലാത്തത്. തവീലിൻ്റെ വിപരീതമാണ് ഖസീർ ഭാഷയിൽ അർത്ഥം, പ്രയോഗം. പക്ഷേ സാങ്കേതികമായി തജ്വീദിലും ഇൽമുൽ ഖിറാഅത്തിലും ഖസ്ർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? അൽ മദ്ദു ബിമിഖ്ദാരി ഹറകതൈനി, 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകി മതിയാക്കുക, ഒതുക്കുക. അതാണ് ഖസ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ തബീഈയായ ദീർഘം, സാമാന്യ ദീർഘം, അടിസ്ഥാനപരമായ ദീർഘം എന്ന് പറയുന്ന 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘത്തിൽ ഒതുക്കി നിർത്തണം. അതിൽ അങ്ങോട്ട് കൂടുതൽ ദീർഘം നൽകാതിരിക്കണം. കൂടുതൽ ദീർഘം നൽകുന്നതിന് മദ് എന്ന് പറയും. ഖസ്റിൻ്റെ വിപരീതമായ മദ്,
അല്ലെങ്കിൽ തൂല്. അപ്പോൾ ഖസ്ർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കുക, തീരെ ദീർഘം നൽകാതിരിക്കലല്ല, മറിച്ച് 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘത്തിൽ മതിയാക്കലാണ്, ഒതുക്കി നിർത്തലാണ്. അല്ലെങ്കിൽ തബീഇയായ ദീർഘം പോലെ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രം നൽകലാകുന്നു ഖസ്ർ. രണ്ടാമതായി ഫുവൈഖുൽ ഖസ്ർ, അത് ഹുവൽ മദ്ദു ബിമിഖ്ദാർ 3 ഹറക്കാത്ത്. ഇവിടെ അഇമ്മത്തുൽ ഖിറാഅ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഖിറാഅത്തിൻ്റെ ഇമാമിങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. അപ്പോൾ 3 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക എന്നത്, അത് പല ഖിറാഅത്തുകളിലും പല രീതികൾ ഉണ്ട്. പല മദ്ഹബിൻ്റെ അവരുടെ സ്വീകരിച്ച വജ്ഹ് അനുസരിച്ച്, അവരുടെ മദ്ഹബ് അനുസരിച്ചുള്ള രീതികളാണ്. ഇവിടെ മൊത്തത്തിൽ 5 മാനദണ്ഡമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഫുവൈഖുൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ ഖസ്റിൻ്റെ തൊട്ടുമേലെ നിൽക്കുന്നത്, അത് അൽ മദ്ദു മിഖ്ദാർ 3 ഹറക്കാത്ത്, 3 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകൽ. പിന്നെയാണ് തവസ്സുത്ത് വരുന്നത്. അടുത്തത് മൂന്നാമതായി സ്വീകരിക്കപ്പെടുന്ന രീതി അല്ലെങ്കിൽ മാനദണ്ഡം അത്തവസ്സുത്ത്. അതെന്താ? ഹുവൽ മദ്ദു ബിമിഖ്ദാരി 4 ഹറക്കാത്ത്, 4 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക എന്നതാണ് തവസ്സുത്ത്. എന്ന് വെച്ചാൽ ളിഅഫു തബീഇ, തബീഇയായ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘത്തിൻ്റെ ഇരട്ടി. ഒരലിഫ് എന്ന് പറഞ്ഞാൽ അത് തബീഇയാണ്. ചിലപ്പോൾ 2 അലിഫ് എന്നൊക്കെ പറയും, അങ്ങനെയും ചിലർ പ്രയോഗിക്കാറുണ്ട്. 2 അലിഫിൻ്റെ ഖദർ എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് 4 ഹറക്കത്തിൻ്റെ അളവ്. മലയാള ഭാഷയിൽ പറഞ്ഞാൽ 4 മാത്ര നൽകുക. ഒരു ഹറക്കത്തിൻ്റെ ഉച്ചാരണത്തിനുള്ള സമയം, അതിനാണല്ലോ മാത്ര എന്ന് പറയാം. അപ്പം ഇവിടെ 4 ഹറക്കത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 4 മാത്ര ദീർഘം നൽകുക. അത്രയും ദീർഘത്തിൽ കൃത്യമായി ദീർഘത്തെ ഒതുക്കുന്നതിനാണ്, അല്ലെങ്കിൽ അത്ര മാത്രം 4 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം നൽകുന്നതിനാണ് തവസ്സുത്ത് അഥവാ മധ്യ നിലവാരം സ്വീകരിക്കുക, അല്ലെങ്കിൽ മിതത്വം സ്വീകരിക്കുക. തവസ്സുത്ത് മിതത്വം സ്വീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഫുവൈഖു തവസ്സുത്ത്, തവസ്സുത്തിൻ്റെ തൊട്ടുമേലെ നിൽക്കുന്നത് ഹുവൽ മദ്ദു ബിമിഖ്ദാർ 5 ഹറക്കാത്ത്, 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക. അഞ്ചാമത്തെ മാനദണ്ഡം അത്തൂൽ, ദൈർഘ്യം. അതോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇഷ്ബാ എന്നും പറയും. അത് അൽ മദ്ദു ബിമിഖ്ദാരി 6 ഹറക്കാത്ത്, 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക. 3 അദ്ആഫി തബീഇ, തബീഇയായ ദീർഘത്തിൻ്റെ 3 ഇരട്ടി എന്നർത്ഥം. അപ്പം ഇത്രയും ദീർഘം നൽകുന്നതിനാണ് തൂൽ അല്ലെങ്കിൽ ഇഷ്ബാ എന്നൊക്കെ പേര് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. യതനാസബു തൂലുൽ ഹറകതി വബിത്താലി തൂലുൽ മദ്ദി മഅ സുർഅത്തിൽ ഖിറാഅ തഹ്ഖീഖൻ വതദ്വീറൻ വഹദ്റ. തഹ്ഖീഖ്, തദ്വീർ, ഹദ്ർ എന്നൊക്കെ ഖിറാഅത്തുകളെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 3 വിഭാഗങ്ങൾ, 3 ഐറ്റംസ്. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിൽ ഇങ്ങനെ ഓതുന്ന രീതിയാണ്. തദ്വീർ, അതിലും അല്പം വേഗതയിൽ ഓതുക. ഹദ്ർ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഓതുക. അപ്പം ഈ ഓതാൻ സ്വീകരിക്കുന്നതായ ഈ രീതിയെ അവലംബിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഹറക്കത്തിൻ്റെ അളവോ ദൈർഘ്യത്തിൻ്റെ അളവോ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ 4 ഹറക്കത്ത് എന്ന് പറയുക, അത് തഹ്ഖീഖിൽ അത്വലു മിൻ 4 ഹറക്കാത്തിൻ ഫി തദ്വീർ, തദ്വീർ എന്ന ശൈലി അനുസരിച്ച് ഓതുന്നതിനേക്കാളും ദീർഘമുള്ളതായിരിക്കും തഹ്ഖീഖിൽ 4 ഹറക്കത്ത്. അതേപോലെ
أربع حركات في التدوير هي أطول من 4 حركات في الحدر. ഹദർ എന്ന വേഗത്തിൽ ഓതുന്ന രീതി അനുസരിച്ച് ഉള്ള 4 ഹറക്കത്തിനേക്കാളും ദൈർഘ്യമുള്ളതായിരിക്കും തദ്വീറിലുള്ള 4 ഹറക്കത്ത്. മറ്റൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ 4 ഹറക്കത്തിനെ 4 കഷ്ണമാക്കുമ്പോൾ, 4 ഭാഗമാക്കി ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ തഹ്ഖീഖിൽ അല്പം നീട്ടിക്കൊണ്ട്, എന്നാൽ അത്ര തന്നെ ദൈർഘ്യമില്ലാതെ തദ്വീറിൽ, എന്നാൽ അത്രയും ദൈർഘ്യമില്ലാതെ ഹദർ. കാരണം അത് വേഗത്തിൽ ഓതിപ്പോകുന്ന രീതിയാണ് അല്ലേ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അപ്പം അവിടെ 6 ഹറക്കത്ത്, ഹദറിൻ്റെ 6 ഹറക്കത്താണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അല്പം കൂടി സാവധാനത്തിൽ ഓതുന്ന തദ്വീറിലാണെങ്കിലോ അപ്പോൾ കുറച്ചും കൂടി ദീർഘം കൂടുതലുണ്ടാകും. എന്നാൽ വീണ്ടും വളരെ സ്ലോ ആയിട്ട് ഓതുന്ന തഹ്ഖീഖിൻ്റെ രീതിയിലാകുമ്പോഴോ അപ്പോൾ ദൈർഘ്യം വീണ്ടും കൂടുന്നതാണ്. കാരണം തഹ്ഖീഖിൻ്റെ സമയമെടുക്കുന്നതിനനുസരിച്ച് ദൈർഘ്യത്തിനും സമയം കൂടുതൽ വരുന്നതാണ് എന്നർത്ഥം. ഇതൊക്കെ നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില വിഷയങ്ങൾ മാത്രമാണ്. ഇനി നമുക്ക് വിശദമായി ദീർഘങ്ങളിലേക്ക് തന്നെ പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത സന്ദർഭത്തിൽ ദീർഘങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാം. ഓരോന്നും വേറെ വേറെ ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാം ബിഇദ്നില്ലാഹി തആല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.